ഹലോ എവ്രി വൺ, ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യൽ കൂട്ടുകറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇവിടെ. അപ്പോൾ അതിനിതാ ചേനയും കായും കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം ചേർത്തിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അരയ്ക്കാൻ വേണ്ടി ഇതാ നാളികേരത്തിന് നമുക്ക് കുറച്ച് ജീരകം, പിന്നെ പെപ്പർ പൗഡർ ചേർത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. വെള്ളക്കടല തലേ ദിവസം തന്നെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു, പ്രഷർ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കായും ചേനയും ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ വേവിച്ച കടലയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പാകത്തിന് ഉപ്പുണ്ടോയെന്നും നോക്കണം. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളും മറ്റേ കടലയും എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ അരച്ച അരപ്പും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് വീണ്ടും ബോയിൽ ചെയ്യട്ടെ. ഇനിയിപ്പോൾ നമുക്കിതാ ഒരു സ്പൂൺ നമ്മുടെ ജാഗ്രി പൗഡർ, ശർക്കര പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ താളിക്കാനായിട്ട് കടുക്, ചുവന്ന മുളക്, കരിവേപ്പില, അതിൻ്റെ കൂടെ നാളികേരവും ഇട്ടിട്ട് നല്ല ചുവന്ന കളറ് വരുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഈ കൂട്ടുകറിയിൽ നമ്മുടെ ആ ശർക്കരയുടെ മധുരവും നാളികേരം വറുത്തിടുന്നതും ഒക്കെ നല്ലൊരു ടേസ്റ്റുമാണല്ലോ. ഇപ്പോൾ അതാ നാളികേരം നല്ലപോലെ ബ്രൗണായി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റി ഡിഷാണ്. ഓണത്തിന് എന്തായാലും എല്ലാവരും കൂട്ടുകറി ഉണ്ടാക്കുന്നതുമാണ്. അപ്പോൾ അതാണ് ഞാനിവിടെ കാണിച്ച് തന്നിരിക്കുന്നത്, കൂട്ടുകറി ഓണം സ്പെഷ്യലായിട്ട്.